പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ മക്കൾക്കും യേശു നാസറിയുടെ നാമത്തിൽ വന്ദനം. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി മനനം ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നായുടെ പുസ്തകം 7-ാം അധ്യായം 14 തൊട്ട് 15, യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 13 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ നോയമ്പിൻ്റെ 25-ാമത്തെ ദോസി ആദ്യ നോയമ്പ് തീർന്ന ഈ അവസ്ഥയിൽ നമുക്കിന്ന് പഠിക്കാനായിട്ട് കിട്ടുന്ന ഈ അവസരം നമ്മളത് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കാം. യോഹന്നായുടെ പുസ്തകം 7-ാം അധ്യായം 14-15, അതോടൊപ്പം തന്നെ യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 13 തൊട്ട് 21 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് പറയപ്പെടുന്നത്? അതായത് പാതി ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ നമ്മൾ യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ ചെന്ന് അവിടെ യഹൂദന്മാർക്ക് ശിക്ഷണം കൊടുക്കുന്നു. അന്നേരം അവിടെ അതിശയകരമായ കാര്യം എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തു അവിടെ പ്രചരിപ്പിക്കുന്ന പ്രചരണം കണ്ടപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, ഇദ്ദേഹം സ്കൂളിൽ പോലും പോയിട്ടില്ല, പക്ഷേ ഇത്രയും ജ്ഞാനം ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് വിദ്യാലയത്തിൽ കൂടെ കിട്ടിയതല്ല, ദൈവിക ജ്ഞാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മനുഷ്യരൊക്കെയാണ് ഇന്ന് വിദ്യാലയത്തിൽ പോകേണ്ടത് ആവശ്യം. ആ ദൈവത്തിന് കിട്ടിയത് ദൈവികമായ ജ്ഞാനം എന്താ വെച്ചാൽ സാക്ഷാൽ ദൈവമാണ് ഈ ഭൂമിയിൽ മനുഷ്യരൂപം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റും. അപ്പം ഈ ജ്ഞാനം യഹോവയിൽ കൂടി വന്ന ദിവ്യ ജ്ഞാനങ്ങളാണിത്. അതാണ് അത്ര പക്കിയായിട്ട് രീതിയിൽ അവിടെ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത് സത്യമായ ബുദ്ധി എന്ന് പറയുന്നത് യഹോവയിൽ നിന്നും കൂടിയാണ് വരുന്നത്, അല്ല കോളേജിൻ്റെ ഡിഗ്രി കൂടെ അല്ല വരുന്നത്. നമുക്ക് യഹോവയിൽ കൂടെ നമുക്ക് പഠിക്കണമെന്നുണ്ട്, പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സത്യമായ വിദ്യാഭ്യാസം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ട ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 14-15 അകത്ത് നമുക്ക് എന്താണ് പറയുന്നത്? അതായത് പർവ്വതത്തിൻ്റെ പകുതി ദിവസം കഴിഞ്ഞപ്പോൾ യേശു മന്ദിരത്തിൽ ഉപദേശം ചെയ്യാൻ പോന്നു. അവിടെ വെച്ച് യഹൂദന്മാർക്ക് ഉപദേശം ചെയ്തപ്പോൾ അവർ പരസ്പരം ആശ്ചര്യം കൊണ്ടുകൊണ്ട് അവർ പറയുന്നു, ഇദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും ജ്ഞാനങ്ങളുണ്ട്? ഇദ്ദേഹം സ്കൂളിൽ പോലും പോയിട്ടില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ 14-15 അർത്ഥം. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് കൂടാരത്തിൻ്റെ പർവ്വം എന്ന് പറയുന്ന ഈ കൂടാരപ്പർവ്വം എന്ന് പറയുന്നത് ആ പർവ്വത്തിൻ്റെ ആ ഫെസ്റ്റിവൽ യെരുശലേമിൽ ആഘോഷിക്കുന്ന സമയത്ത് യെരുശലേം മന്ദിരത്തിൽ യേശു ക്രിസ്തു ചെല്ലുന്നതും അവരെ അവിടെ വെച്ച് ബോധവൽക്കരണം ചെയ്യുന്നതുമാണ്. ഈ കൂടാരത്തിൻ്റെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മളെ അതിനെപ്പറ്റി പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായവും നമ്മൾ ആവർത്തന പുസ്തകം അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടോട്ടോർമി പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം നമുക്കിത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ യോഹന്നായുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ഈ ഫെസ്റ്റിവലിലെ ഭാഗവത്താകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് എന്താ, ഇതിനെ സുക്കോത്ത് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ മണ്ഡപത്തിൻ്റെ പർവ്വം ഫെസ്റ്റിവൽ എന്നും പറയപ്പെടാറുണ്ട്. ഇത് നമ്മുടെ ഈ പഴയ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ ഇതൊരു വർഷത്തിൽ ഒരിട കൊണ്ട് ആഘോഷിക്കുന്ന യഹൂദന്മാരുടെ ഒരു വലിയൊരു ഫെസ്റ്റിവലാണിത്. ഇതിനെ ഈ യഹൂദം കലണ്ടർ അനുസരിച്ച് 7-ാമത്തെ മാസത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് ഈ ഫെസ്റ്റിവൽ ഇസ്രയേലികൾ അടിമത്വത്തിൻ്റെ മിശ്ര നാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് മരുഭൂമിയിൽ 40 കൊല്ലം അവിടെ താമസിച്ച സമയത്ത് അവർ ടെമ്പററി ആയിട്ട് അവിടെ കൂടാരം ഉണ്ടാക്കി. ആ കൂടാരം ഉണ്ടാക്കിയപ്പോൾ ആ കൂടാരത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആണ് ഈ ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുന്നത്. ആ കൂടാരം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ ഇല കൊണ്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ വാറ് കൊണ്ടും അങ്ങനെയുള്ള കാര്യം കൊണ്ടൊക്കെയാണ് അന്ന് ഈ പറയുന്ന ഈ കൂടാരം ഉണ്ടാക്കിയത്. അതിൻ്റെ ശാഖകളും എല്ലാം കൂട്ടിക്കൊണ്ടാണ് അന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഈ പറയുന്ന നമുക്ക് ഈ യഹോവ നമുക്ക് ഈ മരുഭൂമിയിൽ യാത്ര ചെയ്ത സമയത്ത് ഈ യഹൂദന്മാർക്ക് കൊടുത്ത ഈ സുരക്ഷിതയും അതോടൊപ്പം തന്നെ അവർക്ക് കൊടുത്ത ആഹാരവും അവർക്ക് കൊടുത്ത ഈ പറയുന്ന കൃഷി സ്ഥലങ്ങളും ഈ സകല കാര്യങ്ങളുടെയും
ഉണ്ടല്ലോ ഒരു നന്ദി വാക്കിന് വേണ്ടിയാണ്, നന്ദി അർപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂടാര പെരുന്നാൾ വർഷം തോറും ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൃഷിയുടെ ഇറക്കി കൃഷിയുടെ വെട്ടിക്കഴിയുമ്പോൾ ആ സമയത്ത് അവസാന സമയത്താണ് ഇത് ഇവർ ആഘോഷിക്കുന്നത്. ഇത് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആണ് ഈ പറയുന്ന ഈ യെരുശലേം ദേവാലയത്തിൽ യേശുക്രിസ്തു ചെല്ലുന്നതും അവിടെ വെച്ച് അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നതും. അപ്പം നമുക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് അതൊന്നും കൂടെ ഒന്ന് പരിശോധിക്കാം നമുക്ക്. അവൻ്റെ അകത്ത് പറയപ്പെടുന്ന ഇങ്ങനെയാണ്. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ യഹോവയോട് ആവശ്യപ്പെടുവീൻ. യഹോവ നിങ്ങളോട് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ യാതൊരു വഴക്ക് പറയാതെ നിങ്ങളെ ഉദാരമായിട്ട് നിങ്ങൾക്ക് ആ ബുദ്ധി നിങ്ങൾക്ക് തരും. അതായത് പറയുന്നതിൻ്റെ അർത്ഥം യഹോവ നമ്മളോടുള്ള കടപ്പാട്, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റാണ് നമ്മളുമായിട്ടുള്ളത്, ഒരു പ്രതിജ്ഞയാണ്. അതനുസരിച്ച് ജ്ഞാനവും ബുദ്ധിയും അറിവും നമുക്ക് പകർന്നു തരാനായിട്ട് എപ്പോഴെപ്പോൾ യഹോവയോട് നമ്മൾ ആവശ്യപ്പെടുന്നു അപ്പോൾ നമുക്ക് ഉദാരമായിട്ട് നമുക്കത് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നമ്മളെ വഴക്ക് പറയാതെ നമുക്കത് നൽകാനായിട്ട് ആ യഹോവ ബാധ്യസ്ഥനാണ്. അപ്പോൾ ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദർശനത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾക്ക് നമുക്ക് വഴി തെളിയിക്കാൻ വേണ്ടി നമ്മൾ യഹോവയോട് ഓരോ ശരിയായ മാർഗത്തിന് വേണ്ടി നമ്മൾ ബുദ്ധി ആവശ്യപ്പെടുമ്പോൾ നമുക്കത് കിട്ടിയിരിക്കും. നമ്മുടെ ആ ആത്മീയപരമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ യഹോവയുടെ മേളിൽ നമ്മൾ നിർബന്ധമായിട്ട് യഹോവയിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ ബുദ്ധി നമുക്ക് കിട്ടിയിരിക്കും. നമ്മുടെ പുസ്തകത്തിൻ്റെ ജ്ഞാനം മാത്രമല്ല ഇവിടെ നേരെ മറിച്ച് നമ്മുടെ ജീവൻ്റെ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അശാന്തമായ മനസ്ഥിതിയും പ്രയാസങ്ങളും വരുന്ന സമയത്ത് ഏതെങ്കിലും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് ദൈവികമായ രീതിയിൽ ജീവിക്കാനായിട്ട് നമ്മളെ ഈ ജ്ഞാനം നമുക്ക് യഹോവ നമുക്ക് നൽകുന്നത്. അത് നിസ്വാർത്ഥമായ ഒരു കൃപയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഇതാണ് നമുക്ക് ഇത് യാക്കോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ൽ നമ്മൾ പഠിക്കുക. ഇതുപോലൊപ്പം തന്നെ പ്രോവർബ് 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് യഹോവയുടെ ഭയം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുദ്ധിയുടെ മൂല ഉദ്ദേശം അതാണ്. നമ്മൾ യഹോവയോട് നമ്മൾ ഭയമുള്ളവരായി തീർന്നാൽ അതിൻ്റെ അത് പറയുന്ന ഇത് പ്രകാരമാണ് 9:10 നമുക്ക് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ഭയമുള്ളവർക്ക് മാത്രമേ ബുദ്ധിയുടെ ആരംഭം ഉണ്ടാകത്തുള്ളൂ. അതായത് യഹോവയെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ അറിവ് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത് യഹോവയിൽ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ യഹോവയോട് ഭയമുള്ളവരായി തീരണം. അപ്പോൾ സത്യബുദ്ധി നമുക്ക് യഹോവയെ നമുക്ക് ഭയമില്ലാതെ നമുക്ക് തരുന്നതായിരിക്കും. നമ്മൾ പൂർണ്ണ നമുക്ക് യഹോവയുടെ ആത്മീയപരമായ ഭയമാണ് നമുക്ക് വേണ്ടി, അല്ലാതെ അടിമത്വം അല്ല നമുക്ക് വേണ്ടിയത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ഭയമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. യഹോവയിൽ ആത്മീയപരമായിട്ടും സാമർഥ്യപരമായിട്ടും ന്യായത്തിൻ്റെ പരമായിട്ടും നമുക്ക് നല്ലൊരു അറിവ് നമുക്ക് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, പരസ്പരം സ്നേഹത്തിൻ്റെ അറിവ് നമുക്ക് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യഹോവയിൽ നമ്മൾ ഭയമുള്ളവരായിത്തീരണം. ബുദ്ധിയുടെ ആരംഭം അതിനെ നേരിടേണ്ടത് ഈ യഹോവയുടെ ഭയത്തിൽ കൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ആത്മീയ ജ്ഞാനങ്ങൾക്ക് വേണ്ടി യഹോവയെ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ഇതാണ് നമ്മളെ ഇന്ന് ഈ സമയത്ത് പഠിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ അറിവ് നമുക്ക് വർദ്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്കറിയാം, ഒരു കൃഷിപ്പാടത്തിൽ ഒരു കൃഷിക്കാരൻ
കൃഷി ചെയ്യുമ്പോൾ അവന് പഠിത്തമില്ലാത്തവനായിരിക്കാം, പക്ഷേ അവന് കൃഷിയുടെ പല കാര്യത്തിൽ അവൻ നമ്മളെക്കാട്ടി വളരെയധികം ജ്ഞാനമുള്ളവനാണ്. എന്ന് പറയുന്ന പോലെ യഹോവയുടെ സേവകന്മാർക്ക് ആത്മീയപരമായ ജ്ഞാനം അവർ നമ്മളെക്കാട്ടി വളരെ കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ യഹോവയോട് അവരെ കൂട്ട നിന്നുകൊണ്ട് പ്രാർത്ഥനയും അദ്ദേഹത്തിനോട് ഒത്തു നടക്കുന്നതും ചെയ്യുന്നത് കൊണ്ട് അവർക്കെപ്പോഴും ജ്ഞാനമുള്ളവരായിത്തീരുന്നു. അതിന് ഉദാഹരണമാണ് യഹോവയുടെ 12 ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഒന്നുകിൽ അവർ മീൻപിടുത്തക്കാരായിരുന്നു, ഒന്നുകിൽ അവർ മരം പണിക്കാരായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള സമയത്തും അവർ സ്കൂൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അവർക്ക് ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെക്കാട്ടും വളരെയധികമായിരുന്നു. നമ്മൾക്ക് അവരുടെ അടുത്ത് പോലും ചെല്ലാനുള്ള യോഗ്യതയില്ല. അപ്പോൾ ഈ ജ്ഞാനം നമ്മൾ ആർജിക്കാനായിട്ട് നമ്മൾ താഴ്മയുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 13-21 വരെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് എന്താണ് പറയുന്നത്, നമ്മളോട് പറയുന്നത് 3-ാം അധ്യായം 13 തൊട്ട് 21 വരെ ഉള്ള വാക്യ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 13 തൊട്ട് 21 വരെ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രകാരമാണ്. അതായത് ഈ ഭാഗത്ത് യഹോവ നമ്മളെ സ്നേഹിക്കുന്നതിനെ പറ്റിയാണ്, നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അവിടെ ചിത്രീകരണം നമുക്കുണ്ടായിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു. ആ സ്വർഗത്തിൻ്റെ മാർഗം യേശു ക്രിസ്തുവിന് മാത്രമേ അറിയാവൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വെച്ചാൽ വേറെ ഒരു വ്യക്തി സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന യഹോവ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിൽ, മനുഷ്യനായ രൂപത്തിൽ ഇവിടെ ഭൂമിയിൽ വന്ന ഒരേ ഒരു വ്യക്തിത്വമാണ്, അതാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ആ യഹോവയെ നമ്മൾ വിശ്വസിക്കുക, ആ യഹോവയിൽ നമ്മൾ ചേർന്ന് ജീവിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് യഹോവയാണ് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജ്ഞാനം കിട്ടത്തുള്ളൂ, നമുക്ക് ബുദ്ധി കിട്ടത്തുള്ളൂ. സത്യമായിട്ട് നമ്മളത് ജ്ഞാനമുള്ളവരായി തീരത്തുള്ളൂ. അപ്പം യഹോവ നമ്മളെ ഈ ഭൂമിയിലുള്ള നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യഹോവ ഈ ഭൂമണ്ഡലത്തിനോട് എന്തുമാത്രം സ്നേഹമുള്ളവരായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏകനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് നമ്മൾ അയക്കപ്പെട്ടു. അദ്ദേഹത്തിനോട് ആരൊക്കെ വിശ്വാസം ചെയ്യുന്നു അവരെല്ലാം ഇറ്റർണൽ ലൈഫിൽ, അനന്ത ജീവനത്തിലേക്ക് അവർ ആയിത്തീരുന്നു. ഇതാണ് നമുക്ക് ഒരു വചനം തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് വിടേണ്ട കാര്യമുണ്ടോ? നമ്മുടെ പാപത്തിൻ്റെയും നമ്മുടെ അപരാധത്തിൻ്റെയും നമുക്ക് ബോധവൽക്കരണം ചെയ്യാനും അതിനുവേണ്ടി ക്രൂസിഫൈ ആകാനും അതിനുവേണ്ടി ബലിദാനമായി ക്രൂശിൽ തറയ്ക്കപ്പെടാനും മരണപ്പെടാനും വേറെ ആർക്കാണ് അതിനുള്ള കഴിവ്? ഇന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ത്യാഗം സഹിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ യേശു ക്രിസ്തു ഈ ഭൂമിയിലെ സകലമാന ആൾക്കാരുടെയും പാപങ്ങൾക്ക് വേണ്ടി വിടുതലാക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പം പ്രകാശവും അന്ധകാരത്തിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ യേശുവിൽ കൂടി നമുക്ക് പ്രകാശം കിട്ടുന്നു, അതേസമയം പാപത്തിൽ കൂടെ നമുക്ക് അന്ധകാരം കിട്ടുന്നു. അപ്പം യേശുവിൻ്റെ പ്രകാശത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മൾ ഏതവൻ സത്യത്തിൽ ജീവിക്കുന്നു അവൻ പ്രകാശത്തിലേക്ക് ജീവിക്കുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ നിക്കോദെമോസുമായിട്ട് നമ്മൾ യേശു ക്രിസ്തുവുമായിട്ട് സംസാരിച്ച കാര്യത്തിൽ നമുക്ക് മുൻപ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ഒരു പുതിയ ജീവനായി തീരത്തുള്ളൂ എന്ന് നിക്കോദെമോസിനെ പറഞ്ഞ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ആ പാഠമാണ് ഇന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് നമുക്ക് ഒരു പുതിയ ജീവൻ നമുക്ക് കിട്ടാൻ പറ്റത്തില്ല. നേരെ മറിച്ച് യേശു ക്രിസ്തുവിൽ ആയിത്തീർന്ന് നമ്മൾ പാപത്തിൽ നിന്ന് വിടുതലായിട്ട് നമ്മളൊരു പുനർജീവനമായിത്തീർന്ന് നമ്മൾ പശ്ചാത്തപിച്ച് നമ്മൾ അദ്ദേഹത്തിനെ വിശ്വസിച്ച് വരുമ്പോൾ നമുക്കൊരു പുനർജീവനമായിത്തീരുന്നു. അങ്ങനത്തെ ഒരു ജീവിതമാണ് യേശു ക്രിസ്തു ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. റോമിയോയുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ എന്താണ് ഇവിടെ കാണപ്പെടുന്നത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. 8-ാം വാക്യത്തിൽ 5:8 എന്താണ് പറയപ്പെടുന്നത്? നമ്മളെ യേഹോവ നമ്മളോട് സ്നേഹിക്കുന്നതിൻ്റെ രീതികൾ നമ്മളെ പ്രകടമാക്കിയിരിക്കുന്നു. നമ്മൾ പാപിയായിരുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി
നമ്മൾ പാപിയായിരുന്ന അവസ്ഥയിൽ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പാപിയായിരുന്ന സമയത്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരണപ്പെട്ടത്. അല്ലാതെ നമ്മൾ പുണ്യന്മാരായിട്ടല്ല യേശുക്രിസ്തു മരണപ്പെട്ടത്. നമ്മൾ പാപമായ അവസ്ഥയിൽ, നമ്മുടെ കഷ്ടകാല സമയത്ത്, നമ്മുടെ ദീനമായ അവസ്ഥയിൽ, നമ്മൾ നശീകരണത്തിൽ കിടക്കുന്ന സമയം, അന്ധകാരത്തിൽ കിടക്കുന്ന സമയത്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുന്നത്, നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിടുതലാക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ മരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ, ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ ദൈവം യഹോവ നമ്മുടെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ നമുക്കിതിനകത്ത് യഹോവ നമ്മളോട് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും നിസ്വാർത്ഥമായ സ്നേഹം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം നമുക്ക് വേണ്ടി മരണപ്പെട്ടത് നിസ്വാർത്ഥമായ സേവനത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഒന്നും മേടിക്കാൻ വേണ്ടിയല്ല. നമ്മൾ യേശുക്രിസ്തു ക്രൂശിൽ അവരുടെ ജീവനെ ത്യാഗം ചെയ്തത് അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ മനുഷ്യന് വേണ്ടി നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പുറത്താണ് മരിച്ചതെന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യക്ഷ പ്രമാണമാണത്, പ്രത്യക്ഷ ഒരു സർട്ടിഫിക്കറ്റാണത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ മരിക്കാൻ തയ്യാറാകുമോ? മറ്റുള്ള അയലോക്കക്കാരൻ്റെ പാപത്തിന് വേണ്ടി നമ്മൾ മരിക്കുമോ? ഇല്ല. നമ്മുടെ കൂട്ടുകാരുടെ പാപത്തിന് വേണ്ടി ഞാനങ്ങ് മരിച്ചു കളയാമെന്ന് പറയും നമ്മൾ മരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് വേണ്ടി മരിക്കാനായിട്ട് ഒരു യഹോവ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മനുഷ്യരൂപം ധരിച്ച് വന്നിട്ട് നമുക്ക് വേണ്ടി മരണപ്പെടുമ്പോൾ അങ്ങനെയുള്ള യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ആ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ നടക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ യഹോവയിൽ നിന്ന് നമ്മൾ ഒത്തിരി പാപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ യഹോവയിൽ നിന്ന് അകന്നു പോയൊരു സമയമായിരുന്നു. അപ്പം നമ്മൾ യഹോവയുടെ സ്നേഹത്തിന് യോഗ്യനേ അല്ലായിരുന്നു. എന്നുവെച്ചാൽ അത്രമാത്രം പാപികളായിരുന്നു നമ്മൾ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പൂർണ്ണ പാപത്തിലായിരുന്ന സമയത്ത് ആ പൂർണ്ണ പാപത്തിൻ്റെ അവസ്ഥയിൽ തന്നെ വന്ന് നമുക്ക് വേണ്ടി യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മരണപ്പെടുക ചെയ്തത്. അപ്പോൾ യഹോവ ഇവിടെ നമ്മളോട് സ്വാർത്ഥതയില്ലാതെ നമ്മളെ സ്നേഹിക്കുക ചെയ്തത്. യേശുവിൻ്റെ ബലിദാനം നമ്മുടെ പാപത്തിൻ്റെയും അപരാധത്തിൻ്റെയും വേണ്ടിയുള്ള ഒരു പണിഷ്മെൻ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ യഹോവ നമ്മളെ വീണ്ടും ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവും യഹോവയും നമ്മളെ ആഗ്രഹിച്ചത്. അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, പിശാചികളുടെ സാത്താൻ്റെ കയ്യിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെ ഇതെല്ലാം ഇത്രയും ത്യാഗം സഹിച്ചത്. അപ്പോൾ അത് മറക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ യഹോവയുടെ കൂടെ നടക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഈ രക്ഷ പ്രാപിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രവൃത്തിയുടെ പുറത്തല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, നേരെ മറിച്ചോ യഹോവയുടെ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും മശിഹായുടെ ബലിദാനത്തിൻ്റെയും നിസ്വാർത്ഥ ബലിദാനത്തിൻ്റെയും കൂടി അത് വിശ്വസിച്ച് കഴിയുമ്പോൾ അതിൽ കൂടി നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മുടെ രക്ഷ പ്രാപിക്കുന്നത്. അല്ലാതെ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദിവസവും നമ്മൾ കുർബാന കഴിക്കുന്നു, അല്ലെങ്കിൽ ദിവസവും നമ്മൾ മറ്റുള്ളവർക്ക് ദാനകർമ്മം ചെയ്താൽ അതുകൊണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പ്രാപിക്കുന്നില്ല. നമ്മൾ യേശുക്രിസ്തു പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുള്ളവനായിത്തീർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, വിശ്വാസത്തിൽ കൂടെ ജീവിതം നമുക്ക് നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു രക്ഷ പ്രാപിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എഫീസ്യോസിൻ്റെ 2-ാം അധ്യായം 8-ാം വാക്യത്തിലും ഇത് തന്നെയാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ അകത്ത് നമുക്ക് എഫീസ്യോസിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ നമ്മളെ കാണിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ വിശ്വാസം കൊണ്ട് അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ കാര്യമല്ല, ഇത് യഹോവയുടെ ഒരു ദാനമാകുന്നു. ഈ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് അത് ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ പ്രവൃത്തിയുടെ പുറത്തുമല്ല കിട്ടുന്നത്. അപ്പോൾ അനുഗ്രഹം യഹോവയിൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ
ആ അനുഗ്രഹം നിറഞ്ഞ ആ ജീവിതത്തിൽ നമ്മൾ യഹോവയുടെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ദാനം കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളെ രക്ഷ പ്രാപിക്കുന്ന ഈ ഗിഫ്റ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തരുന്നത് നമുക്ക് ഗിഫ്റ്റാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ യേശു ക്രിസ്തു നമുക്ക് തരുവാൻ വേണ്ടി നമുക്ക് ക്രൂശിൽ കയറി ബലിദാനം ചെയ്ത് രക്തം ചീറ്റി ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി രക്തം തന്ന് ത്യാഗം സഹിച്ച് അങ്ങനെയുള്ള യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ യേശുവിൻ്റെ ദാനം എന്തുവാണ്, യേശുവിൻ്റെ ബലിദാനം എന്തുവാണ്, യേശു എന്തിനു നമ്മൾ വേണ്ടി ക്രൂസിഫൈഡായി, എന്തിനു നമുക്ക് വേണ്ടി രക്തം തന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തിന് നമ്മൾ ഇത്രയും ചാട്ടമാർഗം കൊണ്ട് ദേവമെല്ലാം അടിച്ച് പൊട്ടിപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ തോന്നൽ കാണും, ഞാൻ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസവും കുർബാന കൊള്ളുന്നു, ഇതുകൊണ്ട് നമ്മുടെ ആ കർമ്മം കണ്ട എനിക്ക് രക്ഷ പ്രാപിക്കുമെന്ന് ഇല്ല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഗിഫ്റ്റല്ല ഈ രക്ഷ എന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ വിശ്വാസത്തിന് പുറത്ത് കിട്ടുന്ന ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ചെറിയ ലഘു കഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രകാരമാണ്. 2 കൂട്ടുകാരുണ്ടായിരുന്നു. അതിൽ ഒരുത്തൻ ഗുഫയ്ക്കകത്ത് താമസിക്കുന്ന അന്ധകാരത്തിലും മറ്റൊരുത്തൻ വെയിലത്ത് താമസിക്കുന്നു. അപ്പം ഒരു ദിവസം വെയിലത്ത് താമസിക്കുന്ന കൂട്ടുകാരൻ ഗുഫയിൽ താമസിക്കുന്ന അന്ധകാരത്തിൽ താമസിക്കുന്ന കൂട്ടുകാരനോട് പറയും, നീ വെളിയിലേക്ക് വാ, ഇവിടെ നല്ല സൂര്യപ്രകാശമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, അവിടെ എനിക്ക് അന്ധകാരമാണ് നല്ലത്. കുറച്ച് കഴിഞ്ഞ് അവൻ ഒരു ദിവസം വെളിയിൽ വന്നപ്പോൾ അവൻ നോക്കിയപ്പോൾ സൂര്യപ്രകാശം കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രയാസം ഉണ്ടായി. ഈ സൂര്യപ്രകാശം നേരത്തെ എന്തുകൊണ്ട് ഞാൻ അനുഭവിച്ചില്ല, ഇതിൽ എന്തുകൊണ്ട് ഞാൻ നേരത്തെ ജീവിച്ചില്ല, ഈ അന്ധകാരത്തിൽ ഞാൻ എന്തിനാ കിടന്നേ? അപ്പോൾ ആ സൂര്യപ്രകാശത്തിൽ അദ്ദേഹത്തിന് വലിയ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു അനുഭൂതിയായി ഉണ്ടായി. അങ്ങനെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞു, ഈ സൂര്യപ്രകാശത്തിനേക്കാൾ സൂര്യപ്രകാശമാണ് അന്ധകാരത്തിനേക്കാൾ നല്ലതെന്ന് മനസ്സിലാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ ലോകത്ത് പ്രകാശവുമായിട്ട് വന്നു. നമ്മുടെ രക്ഷയുടെ പ്രകാശമായിട്ട് നമുക്ക് ഉള്ളിൽ ഇവിടെ വന്നപ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അന്ധകാരം നമ്മളിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ യേശു ക്രിസ്തു നമ്മളെ പാപത്തിൽ മുക്തരായിട്ട് നമ്മളെ ജീവിക്കാൻ വേണ്ടി നമുക്ക് ജീവൻ്റെ പ്രകാശം നമുക്ക് തരുന്നുണ്ട്. ആ പ്രകാശം നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ പഠിച്ച് അങ്ങനെ വിശ്വാസത്തോടു കൂടി നമ്മൾ ആ പ്രകാശത്തിൽ നമ്മൾ മുൻപോട്ട് വരേണ്ടത്. 25-ാം ദിവസം തീർന്ന ഈ പാതി നോയമ്പ് സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഈ ആത്മീയപരമായിട്ട് നമുക്ക് ഒരു ഉണർപ്പ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ആത്മീയപരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആത്മീയ ജ്ഞാനത്തിൻ്റെ അന്വേഷണത്തിന് വേണ്ടി നമ്മൾ നടക്കേണ്ടതായിട്ട് യോഹന്നായുടെ പുസ്തകം 7-ാം അധ്യായം 14-15 പറയുന്ന പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത് സത്യമായിട്ടും ബുദ്ധി യഹോവയിൽ കൂടി തന്നെയാണ് നമുക്ക് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു കണ്ടു കഴിയും. രണ്ടാമത് നമ്മൾ കാണാൻ സാധിക്കുന്നത് പശ്ചാത്താപ പ്രകാശവും നമ്മൾ വന്നിരിക്കണം. പശ്ചാത്തപിക്കണം, നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കണം. എന്നിട്ട് അന്ധകാരത്തിനെ വിട്ട് പ്രകാശത്തിലേക്ക് നമ്മൾ ആയിത്തീരണം. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് 3-ാം അധ്യായത്തിൽ യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 19-21 വരെ നമ്മൾ പാപത്തിൽ നിന്ന് മുഖം മാറ്റി നമ്മളെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ജീവൻ്റെ പ്രകാശത്തിലേക്ക് നമ്മളെ വിളിക്കാനായിട്ട് യേശു ക്രിസ്തു നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. നമ്മൾ ആ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരായിത്തീരണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. യേശു ക്രിസ്തു യഹോവ നമ്മളെ സ്നേഹമായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾ ആ യഹോവയുടെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആഴമായിട്ട്. അതുകൊണ്ടാണല്ലോ യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 16 പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഈ ഭൂമിയോട് എത്രമാത്രം സ്നേഹം ഞാൻ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഏകനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് വിടുന്നത്. ആ ഭൂമിയിൽ വിടുമ്പോൾ ഈ ഏകനായ പുത്രൻ്റെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് അനന്ത ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നു, ഇറ്റർണൽ ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് വിശ്വസിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു വ്യക്തിക്കും വേണ്ടി ഒരുത്തനും ക്രൂശിഫൈ ആകാൻ തയ്യാറല്ല. പക്ഷേ
യഹോവയായ സത്യത്തിൽ യഹോവയായ അദ്ദേഹത്തിൻ്റെ ഏകമകനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി നമ്മൾ ത്യാഗം സഹിച്ച് മരണപ്പെട്ട് അദ്ദേഹം നമുക്ക് പുനരുത്ഥാനം നടന്ന് നമ്മൾ കാണുന്നു. ഇത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്തിനു ചെയ്തു? നമ്മളെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ തരാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ വചനത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഈ പ്രചാരണത്തിൽ കൂടെ യേശു ജ്ഞാനം യഹോവയെ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2, യഹോവ ഈ സമൂഹ ലോകത്തോട് സ്നേഹം പുലർത്തുന്ന ഒരു യഹോവയാകുന്നു. യേശു ആര് സ്വീകരിക്കുന്നു അവർ പ്രകാശത്തിലേക്ക് വരുന്നു, അന്ധകാരം മാറി അവർ പ്രകാശത്തിലേക്ക് വരുന്നു എന്ന് നമ്മൾ ഈ 3 കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം ഇതാണ് മനസ്സിലാക്കേണ്ടത്. അന്ധകാരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി യേശു മശിയുടെ പ്രകാശത്തിലേക്ക് നമ്മൾ വരുവീൻ. ആ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം. ആ പ്രകാശമായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം. ആ യേശു ക്രിസ്തുവിൻ്റെ കൈയാൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ നോയമ്പ് സമയത്ത് നമ്മൾ ജീവിക്കാനായിട്ട് ബാധ്യസ്ഥരായി തീരണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിനും നമുക്കും കലീശകൾക്കും നമ്മുടെ എല്ലാ മിത്രന്മാർക്കും എല്ലാവർക്കും ഇതിൻ്റെ ആത്മീയ വളർച്ച ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ അന്ധകാരം നമ്മളിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. നമ്മൾ ഒരു സത്യസന്ധമായ ഒരു ജീവിതം നമ്മൾ അറിവുള്ള ഒരു ജീവിതമായി മാറത്തുള്ളൂ എന്ന് നമുക്കൊരു ബോധവൽക്കരണം ഈ വചനത്തിൽ കൂടെ കിട്ടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഈ വചനം നമുക്ക് എല്ലാവർക്കും ആത്മീയ പ്രചോദനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുക. ഗോഡ് ബ്ലസ് ടു ഓൾ.